ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ PSC ടിപ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയി തോന്നുന്നത് ആ വഴി തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അത് കൂടാതെ OMR ഷീറ്റിൽ എക്സാം എഴുതി പരിശീലിക്കുകയും ചെയ്യുക. സെന്ററിൽ പോയിട്ട് എഴുതാൻ പറ്റുന്നത് മുഴുവനായിട്ടും എഴുതണം. അതേപോലെ തന്നെ വീട്ടിലിരുന്നിട്ട് OMRൽ തന്നെ എക്സാം എഴുതി പരിശീലിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഒരു എക്സാം എഴുതി വന്നാൽ അതിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് പിന്നെ PSCയുടെ ആൻസർ കീ നോക്കി അതിൽ എത്ര ശരി വന്നിട്ടുണ്ട്, എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ട്, എത്ര ടോട്ടൽ മാർക്ക് എന്നൊക്കെ കൃത്യമായിട്ട് കണക്കൂട്ടി എഴുതി വെക്കണം എന്നും പറഞ്ഞിരുന്നു. ഇനി അടുത്തൊരു ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സാം പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് നെഗറ്റീവ് വന്നതും അതേപോലെ തന്നെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങളുണ്ടാവും. അത് എന്ത് ചെയ്യുക, ഓരോന്നും ഓരോ വിഷയങ്ങളായിട്ട് തന്നെ നമ്മൾ മാറ്റി മാറ്റി എഴുതി വെക്കുക. ഇങ്ങനെ വേർതിരിച്ച് എഴുതുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ആ തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ പിന്നെ ആദ്യത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, അതിൽ വന്ന തെറ്റുകൾ നെഗറ്റീവുകളും ഒക്കെ നമ്മൾ വേർതിരിച്ച് എഴുതി. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കുറേ ചെയ്യുമ്പോൾ എന്താണ്, ആദ്യമൊക്കെ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 50 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 50 ചോദ്യം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി വെക്കണം. പക്ഷെ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണ്, അതൊരു 10 ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും. അതെന്തായാലും വരും, കാരണം നമുക്ക് അതിൽ മാറ്റം വരും, ഉറപ്പാണ്. നിങ്ങൾ ചെയ്യുമ്പോഴേ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ തുടക്കത്തിൽ ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ആ ഓരോ ക്വസ്റ്റ്യനും ഓരോ നോട്ട് പുസ്തകത്തിൽ ഞാൻ എഴുതിച്ചിരുന്നു. അതായത് ഇംഗ്ലീഷിലെ ഓരോ ടോപ്പിക്കായിരിക്കുമല്ലോ ഓരോ ചോദ്യം വരിക. അപ്പം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു, അതിന് ഓരോ നോട്ട് പുസ്തകം ആക്കി വെച്ചിരുന്നു. അതേപോലെ തന്നെ മാത്സും മലയാളം ഒക്കെ അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് ഓരോ നോട്ട് പുസ്തകം ആക്കിയിട്ട്, ഒരു നോട്ട് പുസ്തകം ചെറിയ നോട്ട് പുസ്തകം അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങൾ എഴുതിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നല്ല കാര്യമാണ്. ഇതേപോലെ എന്ത് ചെയ്യണം, എല്ലാ വിഷയത്തിൻ്റെയും, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെന്നുണ്ടെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏതൊക്കെ വിഷയത്തിൽ നിന്നാണോ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അത് അതേപോലെ മാറ്റി എഴുതന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് നമ്മളൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കൂടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ആ ഒരു സമയം കൊണ്ട് പിന്നെ മറ്റെന്തെങ്കിലും ടോപ്പിക്ക് പഠിച്ചാൽ പോരെ, സിലബസിലുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ പോരെ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് എക്സാമൊക്കെ പോയി എഴുതി അതിൽ മാർക്ക് കൂടണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് മാറ്റി പിടിച്ചോളി. ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പാഠങ്ങൾ ഞാൻ ഈ PSCൻ്റെ പഠനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്, ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങളെ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് തോറ്റ കാര്യങ്ങൾ കുറേ പറയാനുണ്ടാവും. പക്ഷെ ആ തോറ്റ കാര്യങ്ങൾ ആരും കേൾക്കാൻ റെഡി ആവില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ തോറ്റ കാര്യങ്ങൾ വേറൊരാൾ ചെയ്യാതിരിക്കുമ്പോഴേ ഉള്ളൂ അവർ വിജയത്തിലെത്തുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയണത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറേ വഴി കൂടെ പോവരുത് എന്ന് പറഞ്ഞത്. അത് സിലബസ് കംപ്ലീറ്റ് ആക്കണം. സിലബസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു മാർഗം സ്വീകരിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത ഓരോരോ ഘട്ടത്തിൽ മാറ്റി കൊണ്ടുവരാം. അപ്പോൾ ഈ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ പ്രീവിയസ് അനാലിസിസ് ചെയ്യണം. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ എക്സാമുകളും പോയി എഴുതണം. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് തെറ്റിയതും നിങ്ങൾക്ക് അറിയാത്തതുമായ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഓരോന്നും മാറ്റി എഴുതന്നെ വേണം. ഇനി അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു നല്ലൊരു കോച്ചിങ് സെന്ററിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഓൺലൈൻ ആപ്പ് എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിയായ പഠനം നമ്മുടെ ഇത് ശരിയായ വഴിയിലൂടെയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും 1 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്കൊരു സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രീവിയസും കൂടെ ചെയ്ത് ശീലമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് മുഴുവനാവും. എന്നിട്ടും നമുക്ക് എക്സാമിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടങ്ങൾ ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയും വേണ്ട.
ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ലിസ്റ്റിൽ വരും, അത് ഉറപ്പാണ്. ഈ സിലബസ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് നല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനോട് നല്ല ബന്ധമുണ്ട്, അതിൽ തെറ്റിയ കാര്യങ്ങൾക്ക് പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും അടുത്ത എഴുതുന്ന എക്സാമിൽ എന്തായാലും ലിസ്റ്റിൽ വരും. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടെ കയറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിൽ എത്താൻ പറ്റുക. അപ്പം അതിന് ഞാൻ ഓരോരോ മാർഗ്ഗങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറയേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, സിലബസും പ്രീവിയസും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോവുക. അപ്പം ഇത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ ചെയ്യാൻ ഞാൻ വീണ്ടും പറയാണ്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ. പക്ഷേ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ച പാഠങ്ങളാണ് പിന്നെയും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അതേപോലെ തുടർന്നാൽ എന്തായാലും മാർക്ക് ഉയരത്തിലെത്തുന്ന ഉറപ്പാണ്. പരീക്ഷ നോക്കിയിട്ട് നിങ്ങൾ വിജയത്തിലെത്തുമ്പോൾ കമൻറ്റ് ചെയ്താൽ മതി.